വയനാടിന് നടുക്കി പുലർച്ചെ ഉരുൾപൊട്ടൽ. വയനാട് മുണ്ടക്കൈ ചൂരൽമലയിൽ വൻ ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നു. 2 തവണയാണ് ഉരുൾപൊട്ടിയത്. ഒട്ടേറെ പേർക്ക് പരിക്ക്. നിരവധി കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു. മിക്ക വീടുകളും വെള്ളത്തിനടിയിലാണ്. വലിയ നാശനഷ്ടമാണ് എന്നാണ് സൂചന. എയർലിഫ്റ്റിംഗ് സാധ്യത തേടി കേരളം. സുലൂരിൽ നിന്ന് 2 ഹെലികോപ്റ്ററുകൾ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. മന്ത്രിതല സംഘം വയനാട്ടിലേക്ക്. കാലവർഷം കലിതുള്ളുകയാണ്. ഉരുൾപൊട്ടലിൽ 5 പേരുടെ മൃതദേഹം വയനാട്ടിൽ കണ്ടെത്തി. 20 പേരെ കാണാനില്ല എന്ന് വാർഡ് മെമ്പർ നൂറുദ്ദീൻ പറഞ്ഞു. വൈത്തിരി താലൂക്ക് വെള്ളേരിമല വില്ലേജ് മേപ്പാടി പഞ്ചായത്തിലായിട്ടാണ് ഉരുൾപൊട്ടിയത്. പുലർച്ചെ 2 മണിയോടെയായിരുന്നു ഉരുൾപൊട്ടിയത്. പിന്നീട് 4:10 വീണ്ടും ഉരുൾപൊട്ടിയതായാണ് റിപ്പോർട്ട്. ഉരുൾപൊട്ടിയപ്പോൾ പലരും ഉറക്കത്തിലായിരുന്നു. മന്ത്രി എ കെ ശശീന്ദ്രൻ വയനാട്ടിലേക്ക് എല്ലാ സഹായവും ചെയ്യുമെന്ന് മന്ത്രി ഉറപ്പു നൽകിയിരിക്കുന്നു. ദുരന്ത സ്ഥലത്തേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്നും മന്ത്രിയുടെ അഭ്യർത്ഥന. ഗുരുതരമായ സാഹചര്യമെന്ന് MLA ടി സിദ്ദിഖ്. 8 മണിയോടുകൂടി ഹെലികോപ്റ്ററുകൾ എത്തിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. കോഴിക്കോട്ടും കൊല്ലത്തു നിന്നുമുള്ള NDRF സംഘം എത്തും. ചൂരൽമല അങ്ങാടിയുടെ ഒരു ഭാഗം ഒലിച്ചു പോയിട്ടുണ്ട്. വില്ലേജ് റോഡ് ഭാഗത്ത് വെള്ളം കയറി. ഉരുൾപൊട്ടിയ വയനാട് മുണ്ടക്കൈ ചൂരൽമലയിൽ രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമെന്നാണ് റിപ്പോർട്ടുകൾ. ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കൈ ഭാഗത്തേക്കുള്ള റോഡ് ഒലിച്ചുപോയതോടെ രക്ഷാപ്രവർത്തകർക്ക് ദുരന്ത ഭൂമിയിലേക്ക് എത്തിപ്പെടാനാകുന്നില്ല. അതുകൊണ്ട് തന്നെ സൈന്യത്തിന്റെ സഹായം വേണമെന്നാണ് ഇപ്പോൾ ആവശ്യം ഉയരുന്നത്. നിരവധി ആളുകളാണ് പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുന്നത്. മഴ ശക്തമായി തുടരുന്നതും ആശങ്ക ഉയർത്തുന്നു. ചൂരൽമല പാലം തകർന്നതോടെ മുണ്ടക്കൈ ഭാഗം ഒറ്റപ്പെട്ട് നിൽക്കുകയാണെന്ന് ടി സിദ്ദിഖ് MLA വ്യക്തമാക്കി. അവിടെ എത്തിയാൽ മാത്രമേ സാഹചര്യം മനസ്സിലാക്കാൻ സാധിക്കൂ. രക്ഷാപ്രവർത്തനത്തിന് സൈന്യത്തിന്റെ സഹായവും താൽക്കാലിക പാലം ഉണ്ടാക്കുന്നതിനെക്കുറിച്ചും ഹെലികോപ്റ്റർ വഴി പ്രദേശവാസികളെ ഒഴിപ്പിക്കുന്നതിനെക്കുറിച്ചും മുഖ്യമന്ത്രിയുമായി സംസാരിച്ചുവെന്നും അദ്ദേഹം അറിയിച്ചു. സംഭവ സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ സാധിക്കാത്തത് രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. നിലവിൽ ഫയർഫോഴ്സ് NDRF ടീം സ്ഥലത്തെത്തിയിട്ടുണ്ട്. കൂടാതെ ഒരു ടീം NDRF കൂടി അധികമായി ജില്ലയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. കണ്ണൂർ ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്സിന്റെ 2 സംഘം വയനാട്ടിലേക്ക് നീങ്ങാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ജീവൻ രക്ഷാ സംഘങ്ങളും സംഭവ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പലയിടത്തും റോഡും പാലവും തകർന്നും വെള്ളം കയറിയും ഗതാഗതവും തടസ്സപ്പെട്ടിരിക്കുന്നു. അതിനാൽ രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായി ഈ സാഹചര്യങ്ങൾ ബാധിക്കുകയാണ്. പ്രദേശത്ത് കനത്ത മഴ തുടരുകയാണ്. റോഡിൽ മരവും മണ്ണും വന്നിടിഞ്ഞതിനാൽ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേരൽ ദുഷ്കരമെന്ന് ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തുന്നു. വൈദ്യുതി ഇല്ലാത്തതിനാൽ രക്ഷാപ്രവർത്തനത്തിനും വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്. ബുൾഡോസർ എത്തിച്ച് റോഡിലെ മണ്ണ് നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങളും തുടരുന്നുണ്ട്. പാലം തകർന്നതിനാൽ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലേക്ക് പോകാൻ സാധിക്കുന്നില്ല. മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലിനും ഇനിയും സാധ്യത ഉള്ളതിനാൽ അനാവശ്യമായി കൂടുതൽ ആളുകൾ സ്ഥലത്തേക്ക് പോകരുത് എന്ന ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലേക്ക് ആളുകളെ രക്ഷിക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്. സ്ഥലത്തേക്ക് പോകുന്നതിനേക്കാൾ രക്ഷാപ്രവർത്തകർക്ക് അവിടെ എത്താനുള്ള വഴിയൊരുക്കുകയാണ് ജനങ്ങൾ ചെയ്യേണ്ടത്. കോഴിക്കോട് വിലങ്ങാടും അതേസമയം ഉരുൾപൊട്ടൽ ഉണ്ടായി. 4ഇടത്താണ് ഉരുൾപൊട്ടിയത്. മഞ്ഞച്ചിളി, മാടഞ്ചേരി, പാനോം ഭാഗങ്ങളിലാണ് ഉരുൾപൊട്ടിയത്. മഞ്ഞച്ചിളിയിൽ ഒരാളെ കാണാതായതായിട്ടാണ് റിപ്പോർട്ട്. വിലങ്ങാട് ടൗണിൽ വെള്ളം കയറി. പന്നിയേരി, വലിയ പാനോം, വാളാന്തോട് പ്രദേശങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. സംസ്ഥാനത്ത് കനത്ത മഴയാണ് ഇപ്പോൾ തുടരുന്നത്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ 9 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൃശൂർ, വയനാട്, പാലക്കാട്, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. ഇടിമിന്നലോടുകൂടിയ മഴയാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമാനസ്.